മാജിക് മൗസ്. ഈ ഒരു പ്രൊഡക്റ്റ് ആപ്പിളിലെ ഏറ്റവും അണ്ടർറേറ്റഡ് ആയി പോയ ഒരു ഡിവൈസ് ആണ്. പക്ഷേ ഇത് ഉപയോഗിച്ചവർക്കറിയാം ഇതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തികളിൽ നിന്നാണ്. ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് എല്ലാ ആപ്പിൾ പ്രോഡക്റ്റും വാങ്ങിക്കാൻ പറ്റും. സോ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നാണെങ്കിൽ എൻ്റെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം കമൻറ്റിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു ഡിവൈസിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇപ്പോഴും മാജിക് മൗസിന്റെ കുറ്റമായിട്ട് പറയുന്നതാണ് ആ ഒരു താഴത്ത് വരുന്ന ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. അതിന് ആപ്പിളിന് ഒരു സോൾഡ് ആയ റീസൺ ഉണ്ട്. ആ ഒരു കാര്യം ഞാൻ വീഡിയോ തൊട്ട് താഴത്ത് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഏറ്റവും നല്ല സ്ലീക്ക് ഡിവൈസ് അല്ലെങ്കിൽ സ്ലീക്ക് ഡിസൈൻ തന്നെയാണ് മാജിക് മൗസിൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ മാജിക് മൗസിന്റെ ആ ഒരു ഫുൾ ഇന്റർഫേസ് നമുക്ക് ടച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് മൾട്ടി ഗസ്റ്റേഴ്സിന്റെ ഓപ്ഷൻസ് എല്ലാം കൊണ്ട് തന്നെ ഈ പറഞ്ഞ മാജിക് മൗസ് കുറെ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ ചാർജിങ് ആൻഡ് പോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ ആപ്പിളിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അവർ ഫോർകാസ്റ്റ് നോക്കാറുണ്ട്. ഈ പറഞ്ഞ ചാർജിങ് താഴ്ത്തു വന്നുകൊണ്ട് ആപ്പിളിന് യാതൊരു കംപ്ലൈന്റും പറയാനുള്ള കാരണമില്ല. യൂസേഴ്സ് പറയുമെങ്കിലും ആപ്പിളിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസൈൻ തന്നെയാണ് ഈ പറഞ്ഞ മാജിക് മൗസ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ജോൺ ഐവി എന്ന് പറയുന്ന ആ ഒരു ഡിസൈനർ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് മാജിക് മൗസ് എന്ന് പറയുന്നത്. കാരണം മാജിക് മൗസ് 9 മണിക്കൂർ ചാർജ് ചെയ്ത് അല്ലെങ്കിൽ 9 മണിക്കൂർ ചാർജ് നിൽക്കണമെങ്കിൽ എത്ര നേരം ചാർജ് ചെയ്യേണ്ടി വരും? ഒരു ഗസ് പറ. നിങ്ങൾക്ക് പറയാനുള്ളത് ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ആയിരിക്കും. പക്ഷേ നോ, നമ്മുടെ ഈ പറഞ്ഞ മാജിക് മൗസ് 9 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ആകെ 2 മിനിറ്റ് നമ്മൾ കുത്തിയിട്ടാൽ മതി. 2 മിനിറ്റ് കുത്തിയിട്ടാൽ 9 മണിക്കൂർ വർക്ക് ചെയ്യും. 2 മണിക്കൂർ നമ്മൾ കുത്തിയിടാണെങ്കിൽ ഫുൾ ചാർജ് ആവും. നമ്മളിപ്പോൾ ഒന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകുന്ന ആ ടൈമിൽ മാജിക് മൗസ് കുത്തിയിടാൻ 9 മണിക്കൂർ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കിടന്നു പറഞ്ഞാൽ നേരം ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാൽ മതി. പിറ്റേ ദിവസം രാവിലെ കഴിയുമ്പോഴത്തേക്കും ചാർജ് ആവും. ഈ സെയിം പ്രോട്ടോകോൾ ആപ്പിളിലെ എല്ലാ ഡിവൈസിലും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ഡിവൈസിലും ആപ്പിൾ നോക്കാറുണ്ട്. ആപ്പിളിന്റെ എയർപോർട്സിന് 1 മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് വേണമെങ്കിൽ മിനിമം നമ്മൾ 5 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 5 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴും എയർപോർട്സ് നമുക്ക് 1 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടും. ആൻഡ് ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് നമുക്ക് അരമണിക്കൂർ യൂസ് ചെയ്യണമെങ്കിൽ 15 മുതൽ 30 സെക്കൻഡ് നമ്മൾ ചാർജ് ചെയ്താൽ മതി. അരമണിക്കൂർ നമുക്ക് ഈ പറയുന്ന മാജിക് പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ സിസ്റ്റം ബാറ്ററിയിൽ ആപ്പിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ആപ്പിളിന് താഴത്ത് ഈ പറയുന്ന മാജിക് മൗസിന്റെ പോർട്ട് വന്നാലും കംപ്ലൈന്റ് ആയിട്ട് തോന്നാത്തത്. സോ ഈ ഒരു വീഡിയോയില് നിങ്ങൾ എന്തായാലും ഒരു പുതിയ ഇൻഫർമേഷനും അതേപോലെ മാജിക് മൗസിന്റെ ഗുണങ്ങളും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയും കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. വീഡിയോസ് ഇനി വരുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻഡ് എന്തായാലും ഈ വീഡിയോ ഷെയർ കൊടുക്കുക. കുറെ പേർക്ക് ഈ ഇൻഫർമേഷൻ അറിയാൻ പറ്റട്ടെ. ആൻഡ് ദിസ് ഈസ് Xavier signing from Abin.